വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാനില സ്പഞ്ച് കേക്കാണ്. അപ്പോൾ വളരെ സോഫ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് കുക്കറിലും ഓവനിലൊക്കെ ബേക്ക് ചെയ്യാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വ്ലോഗിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആക്കി കൊടുത്തു. ആദ്യം തന്നെ ഒരു 1 kg കേക്കാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പ്ലസ് 1/3 കപ്പ് മൈദപ്പൊടി എടുത്തു. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇത് സീവ് ചെയ്തെടുക്കുക. ഇതിൽ ചോക്ലേറ്റ് കേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1/3 കപ്പിൻ്റെ 1/4 ഭാഗം കൊക്കോ പൗഡർ എടുത്തിട്ട് ബാക്കി ഭാഗം മൈദപ്പൊടി ചേർത്ത് ഇതുപോലെ ചെയ്താൽ മതി. സീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു ബൗളിൽ 1 കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് മാറ്റി വെക്കുക. ഇനി എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിൻ്റെ കൺസിസ്റ്റൻസി കഴിഞ്ഞതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ കാണിക്കാൻ ഒന്നും കൂടെ നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മൾ ബീറ്റ് ചെയ്ത ബൗൾ കമിഴ്ത്തി നോക്കിയാൽ താഴെ പോകില്ല. ഇതാണ് എഗ് വൈറ്റിൻ്റെ കൺസിസ്റ്റൻസി. മറ്റൊരു ബൗളിൽ എഗ് യോക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 കപ്പ് ഷുഗർ പൗഡർ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക ഫുൾ സ്പീഡിൽ തന്നെ. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് 2 ടീസ്പൂൺ വാട്ടറും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഫുൾ സ്പീഡിൽ. ടോട്ടൽ 5 മിനിറ്റ് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. 5 മിനിറ്റിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഫുൾ സ്പീഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് എഗ് യോക്ക് ബീറ്റ് ചെയ്തതിൻ്റെ 1/3 ഭാഗം ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ 1/3 ഭാഗം കൂടെ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുക ടച്ചിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും കൂടെ ബ്ലാക്ക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് വെച്ച പാനിലേക്ക് 1 kg ടിന്നിൻ്റെ പാനാണ്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇത് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഫ്രൈ പാനിലാണ്. അപ്പോൾ ഒരു കുഴിയുള്ള ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഇതുപോലെ സാൾട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിട്ടില്ല. ഇങ്ങനെ സാൾട്ട് പിന്നെ വെറുതെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് പിന്നീട് അവർ യൂസ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഞാനൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ. ശേഷം കേക്ക് ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നീട് അതൊന്ന് അടച്ചു വെച്ച് കൊടുത്ത ശേഷം 2 മിനിറ്റ് ഫുൾ സ്പീഡിൽ തന്നെ ആയിക്കോട്ടെ. പിന്നെ അതിന് ശേഷം ഒരു മീഡിയം സ്പീഡിൽ നിന്നും താഴെയായിട്ട് എന്നാൽ പറ്റ സിമ്മിലല്ല പാനിന് തൊട്ടില്ല എന്ന രീതിയിലായിരിക്കണം തീ കത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ലിഡ് വരിക. ഇങ്ങനെ തന്നെയാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ വേണ്ടതും. ചെറുതായിട്ട് ഇതിൻ്റെ ആവി ഒന്ന് പുറത്തേക്ക് പോകണേ. കുക്കറിലാണെങ്കിൽ നമ്മൾ കുക്കറിൻ്റെ വിസിലെടുക്കും. അപ്പോൾ ഇതേ മെത്തേഡ് കുക്കറിൽ ഉണ്ടാക്കാം. മണൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഒരു 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് സെൻറ്ററിൽ ഇതുപോലെ കുത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായിട്ടുണ്ടോ ആയിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേക്കിൻ്റെ ഒരു വംശം നമ്മളെ ടൂത്ത് പിക്കുമ്മൽ ഇല്ല, അല്ലെങ്കിൽ ടൂത്ത് പിക്കുമ്മൽ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ മിക്സ് വരും കേട്ടോ. ഇനി കേക്ക് ചെയ്യാനുള്ള കേക്ക് ബോർഡിലേക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുത്ത് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു 5 മിനിറ്റ് ബേക്ക് ഏറിപ്പോയി. നിങ്ങൾ ശരിക്കും 25 മിനിറ്റ് ഇത് ബേക്ക് ചെയ്താൽ മതി കേട്ടോ. കുക്കറിലോ അല്ലെങ്കിൽ പാനിൽ വെക്കണമെങ്കിൽ ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ 1 kg കേക്ക് ആവും. ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് വിട്ടുപോയേ. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ കുറച്ച് കുറഞ്ഞു കിട്ടും. ഇനി ഓവനിൽ ബേക്ക് ചെയ്ത ഒരു കേക്കാണ്. ഈ സെയിം റെസിപ്പിനെ 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്ത് 2 കോയിലും ചൂടാക്കി കൊടുത്ത് അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ബേക്ക് ചെയ്ത ഈ ഒരു കേക്ക് ഇതുപോലെയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓവനിൽ ബേക്ക് ചെയ്തെടുത്ത കേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇത് ഓവനിൽ ബേക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്താൽ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. മുകൾ ഭാഗത്ത് ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് കേക്കിന് യൂസ് ചെയ്യാം. ഇത് കേക്കിൻ്റെ ബോർഡിൽ തിരിച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും സെപ്പറേറ്റ് ആയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഫുള്ളായിട്ട് കേക്കിൻ്റെ ബോർഡിൽ ഒട്ടി പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി കുക്കറിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത മെയിനായിട്ട് പെട്ടെന്ന് ആവും ചെയ്യും.
മുകളിൽ കട്ട് ചെയ്യാനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഓവനിൽ ബേക്ക് ചെയ്തത് ഞാൻ മുകളിൽ കട്ട് ചെയ്ത് പിന്നെ ഒരു പീസ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇതും സെയിം ഓവനിൽ ബേക്ക് ചെയ്തതാണ്. അപ്പോൾ വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.